നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ക്യാമറയെ നോക്കി പറയുന്നുണ്ട്, ഐ ആം ബാക്ക്. യെസ്, ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും ഇതാ അതിശക്തമായി വേൾഡ് കപ്പിൽ തിരിച്ചു വന്നിരിക്കുന്നു. ആദ്യ കളിയിൽ കോങ്കോയുടെ സമനിലയിൽ കുരുങ്ങിയ ശേഷം ഒരു കിടിലൻ വിജയം അവർക്ക് അനിവാര്യമായിരുന്നു. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 5 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് അവർ ഉസ്ബെക്കിനെതിരെ നേടിയിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ്റെ വലയിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വക ഇരട്ട ഗോളുകൾ. അവസാനം വരെ ആരാധകരും ക്രിസ്ത്യാനോയും ആ ഹാട്രിക് ആഗ്രഹിച്ചിരുന്നു. അവസാന നിമിഷത്തിലും അതിനവസരം, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പന്ത് വലയിലേക്ക് കടന്നില്ല. എന്നാൽ മറ്റു താരങ്ങളുടെ വകയും ഗോളുകൾ, ന്യൂനോ മെൻഡസിൻ്റെ വക ഫ്രീ കിക്കിലൂടെ ഒരു ഗോള്, പിന്നെ റാഫേൽ ലിയാവോയുടെ ഒരു ഗോള് നമാറ്റോവിൻ്റെ ഓൺ ഗോളായിട്ട് വലയിലേക്ക് കയറി. ഏതായാലും ഏകപക്ഷീയമായ 5 ഗോളുകളുടെ ഗംഭീര വിജയമാണ് ഇപ്പോൾ പോർച്ചുഗൽ നേടിയിരിക്കുന്നത്. മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും ബ്രൂണോ ഫെർണാണ്ടസും പെഡ്രോ നെറ്റയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഡിഫൻസിൽ അബ്ദുൽ ഖാദിർ കുഷാനയും ഉണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ തന്നെ പോർച്ചുഗലിൻ്റെ ഗോൾ മണമുള്ള നീക്കങ്ങൾ. 6-ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ, വാവ്, അതൊരു സൂപ്പർ ഫിനിഷിംഗ് ആയിരുന്നു. ജാവോ കൻസേലോ കൊടുത്ത ബോൾ അദ്ദേഹം അതിമനോഹരമായിട്ട് പെനാൽറ്റി ബോക്സിൽ നിന്ന് വലയിലേക്ക് അടിച്ച് കയറ്റുകയായിരുന്നു. കളിയുടെ 17-ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നത്. ക്രിസ്ത്യാനോ എടുക്കുമോ എന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുമ്പോൾ കിടിലൻ ഷോട്ടിലൂടെ ന്യൂനോ മെൻഡസ് പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ ആദ്യം ആവേശത്തോടു കൂടി കൈ ഉയർത്തി ആഘോഷിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോയായിരുന്നു. ഏതായാലും കളി പുരോഗമിക്കവേ 39-ാമത്തെ മിനിറ്റിലാണ് ക്രിസ്ത്യാനോയുടെ ഗോൾ പിറക്കുന്നത്. ഉസ്ബെക്ക് ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ മനോഹരമായിട്ട് ബോൾ നീട്ടിക്കൊടുക്കുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. പന്തുമായിട്ട് ഓടിക്കയറിയ ക്രിസ്ത്യാനോ റൊണാൾഡോ അതിസുന്ദരമായിട്ട് കാമായിട്ട് പന്ത് വലയിലേക്ക് അങ്ങ് ഉരുട്ടിവിടുന്ന കാഴ്ച. 3-0 എന്ന കിടിലൻ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് പോർച്ചുഗൽ കളിക്കളം വിടുന്നത്. രണ്ടാം പകുതിയിൽ പോർച്ചുഗലിൻ്റെ നീക്കങ്ങൾ വീണ്ടും ഗോളിലേക്ക് എത്തുന്നു. 60-ാമത്തെ മിനിറ്റിൽ നെമാറ്റോവിലൂടെയാണ് ആ ഒരു ഓൺ ഗോൾ പിറക്കുന്നതും പോർച്ചുഗൽ 4-0 മുന്നിലാവുന്നതും. കളിയുടെ 87-ാമത്തെ മിനിറ്റിലാണ് റാഫേൽ ലിയാവോയുടെ ഗോള്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ലക്ഷ്യമാക്കി എന്ന വണ്ണം വന്ന ഒരു ക്രോസായിരുന്നു, പക്ഷേ അത് ഡിഫൻഡറുടെ തടയാനുള്ള ശ്രമം. എന്തായാലും റാഫേൽ ലിയാവോ കൃത്യമായിട്ട് പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റുന്നു. 87-ാമത്തെ മിനിറ്റിൽ 5-0 എന്ന ഗംഭീരമായിട്ടുള്ളൊരു മാർജിനിലേക്ക് പോർച്ചുഗൽ എത്തുന്നു. ആ ഗോൾ മാർജിനിൽ അവർ വിജയിച്ചു കയറുന്നു. വാവ്, ആരാധകർ ആവേശത്തിൻ്റെ പരകോടിയിൽ. CR7 ഈസ് ബാക്ക്, പോർച്ചുഗൽ ഈസ് ബാക്ക്. ഗെയിം ഓൺ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.